പാലാ മുനിസിപ്പാലിറ്റിയിൽ UDF അധികാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാളെ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ UDFിനോടൊപ്പം ഉണ്ടായിരുന്ന 10 പേരും സ്വതന്ത്ര മുന്നണി ആയി വന്ന ബിനു പുളിക്കണ്ടം, ദിയ പുളിക്കണ്ടം, ബിജു പുളിക്കണ്ടം, ഇവർ 3 പേരും മായ രാഹുലും ഇതോടൊപ്പം ചേർന്ന് ഒരു മുന്നണി രൂപീകരിച്ച് UDF എന്ന നിലയിൽ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ചെയർപേഴ്സണായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ദിയ ബിനു പുളിക്കണ്ടത്തിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പറഞ്ഞോട്ടെ, ആദ്യം ചെയർമാൻ ഷാൾ ഇടുന്നതിന് കുഴപ്പമില്ല. എനിക്കില്ല. വൈസ് ചെയർപേഴ്സണായി മായ രാഹുലിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതാണ് പാർട്ടിയുടെ തീരുമാനം, UDFിന്റെ തീരുമാനം. കോൺഗ്രസിന്റെ അംഗങ്ങളുടെ യുനാനിമസ് ആയിട്ടുള്ള തീരുമാനമാണ്. കോൺഗ്രസ് അംഗങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള തീരുമാനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പരിപൂർണ പിന്തുണയുണ്ട്. UDFിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരള കോൺഗ്രസും KDPയും ഈ പറഞ്ഞ 4 കൗൺസിലർമാരും കൂടെ ചേർന്ന് 14 അംഗ കൗൺസിലർമാരാണ് നാളെ മത്സരിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണി നാളെ പാലായിൽ ഭരണം ഏറ്റെടുക്കും. ഇതൊരു വലിയ ക്രിസ്മസ് നവവത്സര സമ്മാനമായി പാലാക്കാർക്ക് ഐക്യജനാധിപത്യ മുന്നണി നൽകും. എല്ലാവരോടും നന്ദി. പാലായിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന UDF അധികാരത്തിൽ വരാനാണ്. അത് ജനങ്ങളുടെ ഇഷ്ടം നടപ്പാക്കുക എന്നുള്ളതാണ് UDF നേതൃത്വത്തിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ശ്രമിച്ച എല്ലാ നേതാക്കന്മാരുണ്ട്. നമ്മുടെ MP ഫ്രാൻസിസ് ജോർജ് ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ മാനസി കാപ്പനുണ്ട്, നമ്മുടെ ജില്ലയിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്, DC പ്രസിഡന്റുണ്ട്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജോസഫ് ആഴക്കനും KC ജോസഫ് അടക്കമുള്ള MLAമാരുണ്ട്, പ്രിയപ്പെട്ട ജാൻസ് കുന്നപ്പള്ളി അടക്കം നേതാക്കന്മാരുണ്ട്, കേരള ശ്രീ കുര്യാക്കോസ് പടവനുണ്ട്, മറ്റ് നേതാക്കന്മാർ എല്ലാവരും സഹകരിച്ചാണ് ഈ തീരുമാനമെടുത്തത്. ബാക്കി കണ്ടീഷൻസ് എല്ലാം ഐക്യജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. നാളത്തെ കാര്യം ഇവിടെ MLAയും MPയും അനൗൺസ് ചെയ്തു. ചെയർപേഴ്സൺ പ്രിയങ്കരിയായ ദിയ ബിനുവും വൈസ് ചെയർപേഴ്സൺ പ്രിയങ്കരിയായ മായ രാഹുലുമായിരിക്കും. നിങ്ങളുടെ എല്ലാ പിന്തുണയും ഈ ഭരണസമിതിക്ക് ഉണ്ടാകണം, UDFിനുണ്ടാകണം. നന്ദി.